ഈ വർഷത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ഡിസപ്പോയിന്റഡ് മൂവി എക്സ്പീരിയൻസ് ആയിരുന്നു കങ്കുവ. ഈ സിനിമയുടെ ടീസറും ട്രെയിലറൊന്നും യാതൊരു രീതിയിലുള്ള ഒരു പ്രതീക്ഷയും ഓഫർ ചെയ്തിരുന്നില്ല. പക്ഷെ ട്രെയിലർ കണ്ടപ്പോൾ എന്തോ ഒരു സ്റ്റോറി നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാവുന്ന സ്റ്റോറി ഈ സിനിമയിലുണ്ട് എന്ന് തോന്നിയിരുന്നു. പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുവരാവുന്ന സ്റ്റോറി അല്ലെങ്കിൽ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാവുന്ന ഒരു സ്റ്റോറിനെ എങ്ങനെ എടുത്തു വെച്ച് നശിപ്പിക്കുക എന്നുള്ളതിനുള്ള ഒരു പക്ക റെഫറൻസ് മെറ്റീരിയലാണ് ഈ മൂവി. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതിലത്തെ 3D എന്താവശ്യത്തിനാണെന്ന് ഒരു പിടിയും കിട്ടിയില്ല. കാരണം ഇത് ഈ പടം 2Dയിലാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകാൻ പോകുന്നില്ല. ആൻഡ് മറ്റുള്ള ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ്, ഈവൻ സൂര്യ എന്ന് പറയുന്ന നടന്റെ ഫിലിമോഗ്രഫിയിൽ വെച്ചിട്ട് വൺ ഓഫ് ദ വേഴ്സ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു മൂവിയാണിത്. കാരണം അദ്ദേഹം ഒരു 2 വർഷത്തെ എഫേർട്ട് ഈ സിനിമയ്ക്ക് ഇട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രൊമോഷൻ ഇവന്റ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വളരെയധികം ഒരു ഇൻവെയിൻ ആയി പോയ ഒരു അവസ്ഥയായിരുന്നു ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. ഈവൻ ഇതുപോലെ ആ ഒരു ആക്ടറിനെ ഒരു ഡയറക്ടറും പ്രസന്റ് ചെയ്തിട്ടുണ്ടാവില്ല. അത്രയും മോശമായിട്ടുള്ള ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ ആയിരുന്നു. ഈവൻ ആ പീരീഡ് പോർഷൻസ് ആയാലും ശരി, അതിനുള്ള ഒരു ഇമ്പാക്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. പിന്നെ ഈ സിനിമയിലെ ചില സീനുകൾ 3D എന്നുള്ള രീതിയിൽ ചില സീൻസ് കുത്തിക്കയറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്തിനാണോ എന്തോ, അല്ലെങ്കിൽ ഇത് 3D മൂവി ആണ് എന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടുള്ള സീനുകളൊക്കെ നല്ല കോമഡി ആയിരുന്നു. ഈവൻ മറ്റുള്ള ക്യാരക്ടേഴ്സ്, മറ്റുള്ള സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള റെഡ് കിങ്സിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ദുരന്തം പെർഫോമൻസ് ആയിരുന്നു. ഈവൻ യോഗി ബാബു, ദിശ പട്ടാനി, ബോബി ഡിയോളിന്റെ ക്യാരക്ടറൊക്കെ എന്തിനായിരുന്നു എന്തോ. ആരൊക്കെയോ വന്നു പോകുന്നു, ആരൊക്കെയോ മരിക്കുന്നു, എങ്ങനെയൊക്കെയോ കഥ പോകുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരാളുടെ മുഖം പോലും മര്യാദയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് സിനിമയുടെ മൊത്തത്തിലുള്ള പോക്ക്. ആരൊക്കെയോ വരുന്നുണ്ട്, അവരെ അടുത്ത സീനിൽ ചിലപ്പോൾ മരിക്കും, ചിലരെ പിന്നെ കാണില്ല. അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു സ്റ്റോറി സെറ്റപ്പ് ആയിരുന്നു. പിന്നീട് പറയേണ്ടത്, ഈ സിനിമയിലത്തെ ഏറ്റവും വലിയ വില്ലൻ ബോബി ഡിയോളോ അല്ലെങ്കിൽ മറ്റാരും അല്ല, ഇതിന്റെ മ്യൂസിക് ആണ്. അല്ലെങ്കിൽ ഇതിന്റെ മ്യൂസിക് ചെയ്തുള്ള DSP ആണ് ഇതിന്റെ സൗണ്ട് മിക്സിങ്. ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പടം നമ്മൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ, അല്ലെങ്കിൽ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. അനിയ രണ്ടു കൈ മുട്ടുമ്പോഴല്ലേ ശബ്ദം കേൾക്കൂ. എന്നിട്ട് നല്ല ശബ്ദം ഞാൻ കേട്ടല്ലേ. എന്തോ ഞാനൊന്നും കേട്ടില്ല, പുല്ല് ചെവി അടിച്ചു പോയാ എന്തോ. നമ്മൾ ചിലപ്പോൾ ചില ദുസ്വപ്നങ്ങളൊക്കെ കാണും ഉറക്കത്തിൽ. ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ വിളിക്കുക അത് സ്വപ്നമാണെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങ് വിടും. പക്ഷെ ഇത് അതുപോലുള്ള ഒരു സ്വപ്നമായിരുന്നു എന്ന് വിചാരിക്കാനാണ് താല്പര്യം. പക്ഷെ പൈസ കൊടുത്തിട്ട് നമ്മൾ ഒരു 2-2.5 മണിക്കൂർ തിയേറ്ററിൽ പോയി കണ്ട ഒരു സ്വപ്നമായി മാറിയെന്ന് എനിക്ക് കങ്കുവയെ കുറിച്ചിട്ട് പറയാനുള്ളൂ. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യാം.